നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എക്സാലോജിക് ഇടപാടിൽ വീണയ്ക്കെതിരായ ഇഡി അന്വേഷണം രാഷ്ട്രീയ വേട്ടയെന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീണയ്ക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടെന്ന ഇഡിയുടെ കണ്ടെത്തലും പിണറായി വിജയൻ തള്ളി. തന്റെ മകൾ ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ലെന്നും വീണ തന്റെ മകളായതിനാലാണ് ഇപ്പോഴത്തെ അന്വേഷണമെന്നും പിണറായി. താനും കുടുംബവും ലാവ്ലിൻ ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് നൽകില്ല എന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ ഉപനേതാവിന്റെ പേര് നിർദ്ദേശിച്ച് സ്പീക്കർക്ക് കത്ത് നൽകേണ്ടത് താനാണ്. ആ കത്ത് നൽകുമെന്നും അതിൽ സിപിഎം നേതാവിന്റെ പേരായിരിക്കും ഉണ്ടാവുക എന്നും പിണറായി വിജയൻ. ഓണക്കാലത്ത് വിലക്കയറ്റം വലിയ ആശങ്കയുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഫലപ്രദമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. മുൻ സർക്കാർ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും വിമർശനം. CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിന് ഇഡി. വീണ വിജയന് പിന്നാലെ വീണയുടെ ഭർത്താവും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ CPM. ഇഡി റെയ്ഡിൽ വിശദീകരണവുമായി ലേക്കർ ഇന്ത്യ കോർപ്പ് കടലാസ് കമ്പനിയാണെന്ന രീതിയിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഇത് വസ്തുതാപരമല്ലെന്നും കമ്പനിയുടെ വാർത്താക്കുറിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയതെന്നും വിശദീകരണം. കരിമണൽ കർത്തയുടെ പണം വാങ്ങിയവരിൽ LDFകാരും UDFകാരും ഉണ്ട് എന്ന BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ. പിണറായിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് താൽപര്യമില്ല. MV ഗോവിന്ദൻ സമനില തെറ്റി പിച്ചുമ്പേയും പറയുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റി ആരും പരാതി നൽകിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയതാണെന്നും K. സുരേന്ദ്രൻ. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ സമഗ്ര മാറ്റം വരുത്തിയ ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ തടയാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജയ്കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇരുവരുടെയും ജാമ്യഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് വിധി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി PS പ്രശാന്തിനും A. അജയ്കുമാറിനും ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ശക്തമായ തെളിവുകളുണ്ടെന്നും എന്നാൽ ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് അജയ്കുമാറിന് ജാമ്യം നൽകുന്നതെന്നും കോടതി. ശബരിമലയിൽ തിരുവോണനാളിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. ആദ്യമായാണ് തിരുവോണ സദ്യ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നത്. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും തിരുവോണ സദ്യ നൽകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. ഓണസദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓണസദ്യ നേരിട്ട് നടത്താൻ തീരുമാനിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തലശ്ശേരി CJM കോടതി അർജുൻ ആയങ്കിക്ക് ജാമ്യം അനുവദിച്ചത്. മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാത്തതിനാൽ അർജുൻ ജയിലിൽ തുടരും. കാപ്പ ചുമത്തിയതോടെ അർജുൻ ആയങ്കിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കിലാക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു. പാലക്കാട് ഡിവിഷൻ പരിധിയിൽ നിർണായക മാറ്റം വരുത്തി റെയിൽവേ. മംഗലൂരു മേഖലയെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റി ഉത്തരവിറക്കി. പുതിയ തീരുമാനം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.